പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണപ്പെട്ട സംഭവത്തിൽ സിബിഐ അന്വേഷണമെന്ന ആവശ്യം ശക്തമാകുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയേക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികൾക്ക് നേരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയതിലും കൊലക്കുറ്റം ചുമത്താത്തതിലുമാണ് നീതി തേടി കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നത്. വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴും കൃത്യമായ പ്രതികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 30-ലധികം SFI പ്രവർത്തകർക്ക് നേരിട്ടും 130ഓളം വരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് കേസിൽ പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിന്റെ നിവേദനം. സിദ്ധാർത്ഥിന് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് കുടുംബ നിവേദനം നൽകിയേക്കും. ജാമ്യം ലഭിക്കാവുന്ന നിസാര വകുപ്പുകളാണ് പ്രതികൾക്ക് നേരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് കൊലപാതക കുറ്റം, ആത്മഹത്യാ പ്രേരണ, ഗൂഢാലോചന എന്നിവ ചുമത്തി 18 പേർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നിവേദനം കുടുംബം നൽകാനൊരുങ്ങുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല ഡീൻ ഗുരുതര വീഴ്ചകൾ വരുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവം നടന്നതിന് പിന്നാലെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്നാണ് ആരോപണം ശക്തമാകുന്നത്. മരണം സ്ഥിരീകരിച്ച ശേഷം സിദ്ധാർത്ഥന്റെ മൃതദേഹം ഹോസ്റ്റൽ മുറിയിൽ നിന്ന് മാറ്റി തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നതിനാൽ തന്നെ ഡീനിനെ കേസിൽ പ്രതി ചേർക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടും. ഹോസ്റ്റലിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥ്, ഇദ്ദേഹത്തിന്റെ ഭാര്യയായ അധ്യാപിക എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യവും നിവേദനത്തിൽ കുടുംബം മുന്നോട്ട് വയ്ക്കും. അക്ഷയ് എന്ന വിദ്യാർത്ഥിക്ക് നേരെയും കുടുംബം ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സംഭവ ദിവസം നിരന്തരം ബന്ധപ്പെട്ടിട്ടും കുടുംബത്തോട് പലതും അക്ഷയ് മറച്ചുവെച്ചുവെന്നാണ് ഇവരുടെ ആരോപണം. സിദ്ധാർത്ഥന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ള അക്ഷയുടെ അറസ്റ്റ് വേണമെന്നും ആവശ്യം ശക്തമാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് മൂകസാക്ഷിയായ പ്രതികൾക്ക് നേരെ CBI അന്വേഷണം മാത്രമാകും സത്യം പുറത്തു കൊണ്ടുവരാനുള്ള മാർഗമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടേക്കും. ജനം, തിരുവനന്തപുരം.